ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 2. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വൃദ്ധമായത് നിരൂപിക്കുന്നത് എന്ത്? യഹോവയ്ക്ക് അവൻ്റെ അഭിഷിക്തനു വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹാസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും നമ്മൾ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയുക എന്ന് പറയാണ്. സ്വർഗത്തിലെ വസിക്കുന്ന ദൈവം അവനെ കണ്ട് ചിരിക്കുകയാണ്. ഈ ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും ഏത് കെട്ടുകളാണ് പൊട്ടിക്കുന്നത്, ഏത് കയറുകളാണ് ദൈവമക്കളെ എറിഞ്ഞു കളയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഉൽപ്പത്തിയിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ ഛായയിലും മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കാമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾക്കും ഒരു DNA ഉണ്ട്. ഹല്ലേലൂയ. ആ DNA പൊട്ടിച്ച് കളഞ്ഞാൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കില്ല. അതാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നടന്ന പണികൾ ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. പുതിയ നിയമം വായിക്കുമ്പോൾ ദൈവം അതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേന്ന്. ഈ മന്ദിരത്തെ പൊളിച്ചു കളഞ്ഞാൽ പിന്നെ ദൈവത്തെ വിളിക്കില്ലല്ലോ. അതാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നടന്നത് ഈ ഭൂമിയിൽ. ഇതാരും മനസ്സിലാക്കിയിട്ടില്ല. എത്ര പേര് മനസ്സിലാക്കി അതിന്ന് ഒഴിഞ്ഞു മാറിയെന്ന് അറിയില്ല ദൈവമക്കളെ. മന്ദിരത്തെ പൊളിക്കുവാൻ ഒരിക്കലും ഏൽപ്പിച്ച് കൊടുക്കരുത്. നമ്മുടെ ശരീരമായ ഈ മന്ദിരം കർത്താവിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ പൊളിക്കുവാൻ ആർക്കും ദൈവമക്കളെ ഏൽപ്പിച്ച് കൊടുക്കരുത്. ഇത് വസിക്കുന്ന മന്ദിരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും ആലോചിച്ച് നമ്മൾ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയുക എന്ന് പറയാണ്. ഹല്ലേലൂയ. കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞ് കളഞ്ഞാൽ ദൈവത്തെ